കേരളത്തിലേക്ക് ലഹരി ഒഴുകിയെത്തുന്നത് അതിർത്തി കടന്നാണ്. എന്നാൽ അതിനെ ചെറുക്കുവാനുള്ള പോരാട്ടവും ഇനി അതിർത്തികൾക്കപ്പുറത്തേക്ക് വ്യാപിക്കുകയാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഒന്നിച്ച് കൈകോർക്കുന്ന ചരിത്രപരമായ ഒരു നീക്കത്തിന് തിരുവനന്തപുരം സാക്ഷിയാകുകയാണ്. എന്താണ് ഈ പുതിയ പദ്ധതി? കേരളത്തിനിത് എങ്ങനെ ഗുണം ചെയ്യും? വിശദമായി നോക്കാം. ലഹരി മാഫിയയ്ക്ക് സംസ്ഥാന അതിർത്തികൾ ബാധകമല്ലെങ്കിൽ അവരെ നേരിടുന്ന നമ്മുടെ നിയമപാലകർക്കും അതിരുകൾ ഉണ്ടാകരുത്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് ഒഴുകുന്ന ലഹരി മരുന്നിന്റെ ഉറവിടങ്ങൾ കണ്ടെത്തി തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ അടിയന്തര സംയുക്ത യോഗം നാളെ തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് വിളിച്ചു ചേർക്കുകയാണ്. കേരളത്തിലേക്ക് എത്തുന്ന രാസലഹരികളുടെയും ഹെറോയിന്റെയും സപ്ലൈ ചെയിൻ നിലനിൽക്കുന്നത് അയൽ സംസ്ഥാനങ്ങളിലെ മെട്രോ നഗരങ്ങളിലും അതിർത്തി ഗ്രാമങ്ങളിലുമാണ്. ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് താഴെത്തട്ടിലുള്ള പോലീസ് നടപടികൾക്കൊപ്പം മാക്രോ ലെവലിലുള്ള അന്തർ സംസ്ഥാന സുരക്ഷാ ഏകോപനത്തിനും ആഭ്യന്തര വകുപ്പ് മുൻഗണന നൽകുന്നു. ലഹരി സിൻഡിക്കേറ്റുകളുടെ വേരിറക്കാൻ പ്രാദേശിക പ്രതിരോധത്തിനുമൊപ്പം അയൽ സംസ്ഥാനങ്ങളുമായി ചേർന്നുള്ള സംയുക്ത പ്രതിരോധ ശൃംഖല എന്ന ഘട്ടത്തിലേക്ക് ഓപ്പറേഷൻ തുഫാൻ കടക്കുകയാണ്. അയൽ സംസ്ഥാനങ്ങളുമായി ഇന്റലിജൻസ് സിൻക്രോണിസിറ്റി അഥവാ തത്സമയ വിവര കൈമാറ്റ സംവിധാനമാണ് കേരളം ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഇന്നലെ ബാംഗ്ലൂര് വിധാനസൗധയിൽ കർണാടക മുഖ്യമന്ത്രി ശ്രീ DK ശിവകുമാറുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഓപ്പറേഷൻ തൂഫാനുമായി കർണാടക സർക്കാർ പൂർണ്ണമായി സഹകരിക്കുമെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇതോടൊപ്പം തമിഴ്നാട്, പുതുച്ചേരി, ആന്ധ്ര, തെലങ്കാന എന്നീ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ കൂടി ഒരു കേന്ദ്രീകൃത ശൃംഖലയിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ ലഹരിക്കടത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെയും ഇടപാടുകളെയും കൃത്യമായി മാപ്പ് ചെയ്യാൻ കേരള പോലീസിന് സാധിക്കും. അതിർത്തി ചെക്ക് പോസ്റ്റുകളിലെ പരിശോധനകളിൽ ഒതുങ്ങാതെ അന്തർ സംസ്ഥാന ട്രെയിനുകൾ, ദീർഘദൂര ബസ്സുകൾ, സ്വകാര്യ കൊറിയർ ശൃംഖലകൾ എന്നിവ വഴിയുള്ള ലഹരി കൈമാറ്റങ്ങളെയും ഈ സംയുക്ത നീക്കം നിരീക്ഷിക്കും. സ്മാർട്ട് പെട്രോളിങ്ങും സൈബർ നിരീക്ഷണവും സംയുക്തമായി നടപ്പിലാക്കുവാനുള്ള ആലോചനകളും നാളത്തെ യോഗത്തിൽ ചർച്ചയാകും. മറ്റു സംസ്ഥാനങ്ങളിലെ പോലീസ് മേധാവിമാർ ഓപ്പറേഷൻ തുഫാനുമായി സഹകരിച്ച് കേരളത്തിലെത്തി യോഗത്തിൽ പങ്കെടുക്കുകയാണ്. നമ്മുടെ പോലീസ് മേധാവിയും ഓപ്പറേഷൻ തുഫാൻ സ്റ്റേറ്റ് നോഡൽ ഓഫീസറും പങ്കെടുക്കുന്ന നാളത്തെ കോൺഫറൻസ് ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷാ ചരിത്രത്തിൽ പുതിയൊരു സഹകരണ മാതൃകയ്ക്ക് തുടക്കം കുറിക്കുന്ന ഒന്നാണ് എന്നും അഭിമാനത്തോടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയട്ടെ. ലഹരി മാഫിയയെ നേരിടാൻ ഒരു സംസ്ഥാനത്തിന്റെ ശ്രമം മാത്രം മതിയാകില്ല. വിവരങ്ങൾ പങ്കുവച്ചും സംയുക്തമായി പ്രവർത്തിച്ചും മുന്നേറുമ്പോഴാണ് ഇത്തരം ശൃംഖലകളെ ഫലപ്രദമായി തകർക്കാൻ കഴിയുക. ഈ പുതിയ സഹകരണ മാതൃക എത്രത്തോളം വിജയകരമാകുമെന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. ഇത്തരം പ്രധാന വാർത്തകളും വിശകലനങ്ങളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, വീഡിയോ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ പങ്കുവയ്ക്കാനും മറക്കരുത്. നന്ദി, നമസ്കാരം.